ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയ അയൺ, കോപ്പർ, സിൽവർ, ഗോൾഡ്, ടൈറ്റാനിയം തുടങ്ങിയ എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. നമുക്കിന്ന് പഠിക്കാനുള്ളത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ചാണ്. പീരിയോഡിക് ടേബിളിൽ എക്സ്ട്രീം ലെഫ്റ്റിൽ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് വരുന്നത്. എക്സ്ട്രീം റൈറ്റിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സും. എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും ഇടയിലായി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ എലമെൻറ്റ്സിനെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിന് തൊട്ടുള്ളിലുള്ള അഥവാ പെനൽറ്റിമേറ്റ് ഡി സബ്ഷെല്ലിലാണ്. സോ പെനൽറ്റിമേറ്റ് ഡി സബ്ഷെല്ലിൽ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് കൊണ്ടാണ് ഈ എലമെൻറ്റ്സിനെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നുകൂടി വിളിക്കാറുണ്ട്. അതിന് കാരണം ലെഫ്റ്റിലുള്ള എസ് ബ്ലോക്ക് ഹൈ റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. റൈറ്റിലുള്ള എലമെൻറ്റ്സ് നോൺ മെറ്റൽസും. മെറ്റൽസിൽ നിന്നും നോൺ മെറ്റൽസിലേക്കുള്ള ട്രാൻസിഷൻ അഥവാ ചേഞ്ച് കാണിക്കുന്ന എലമെൻറ്റ്സ് ആയതുകൊണ്ടാണ് ഇവയെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഡി ബ്ലോക്കിൻ്റെ തന്നെ ഭാഗമാണ് താഴെ തന്നിരിക്കുന്ന എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. പക്ഷേ അതിനെ ഒരു സെപ്പറേറ്റ് ഭാഗമായി താഴെ നൽകിയിരിക്കുകയാണ്. ഇവയെ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് 4 സെറ്റാണുള്ളത്. ഇതിലെ ഫസ്റ്റ് സീരീസ് സ്കാൻഡിയം മുതൽ സിങ്ക് വരെ. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് 3D സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഒന്നാമത്തെ സീരീസിനെ 3D സീരീസ് എന്നാണ് വിളിക്കുന്നത്. സെക്കൻഡ് സീരീസ് ഇട്രിയം മുതൽ കാഡ്മിയം വരെ. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് 4D സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഇതിനെ 4D സീരീസ് എന്ന് പറയുന്നു. തേർഡ് സീരീസ് ലാന്തനം മുതൽ മെർക്കുറി വരെയാണ്. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് 5D സബ്ഷെല്ലിലാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് 5D സീരീസ്. എന്നാൽ 6D സീരീസ് ഇൻകംപ്ലീറ്റ് ആണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ആദ്യം ഈ എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ കണ്ടു ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് പെനൽറ്റിമേറ്റ് ഡി സബ്ഷെല്ലിലാണ്. സോ 3D സീരീസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണ് എങ്കിൽ ഇവിടെ പൊട്ടാസ്യം 4ാമത്തെ പീരിയഡാണ്. സോ 4s1 എന്നാണ് കോൺഫിഗറേഷൻ. കാൽസ്യം 4s2. അടുത്ത എലമെൻറ്റ് സ്കാൻഡിയം 4s2 3d1. അങ്ങനെ സിങ്ക് വരെ 4s2 3d10 എന്നാണ് കോൺഫിഗറേഷൻ വരുന്നത്. സോ ഇതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാനായി സാധിക്കും. ഔട്ടർമോസ്റ്റ് എസ്സിൽ 2 ഇലക്ട്രോൺ ns2. പെനൽറ്റിമേറ്റ് അഥവാ ഇതിനേക്കാൾ ഒരു എനർജി കുറഞ്ഞ n-1 ഡി സബ്ഷെല്ലിൽ 1 to 10 എന്നാണ് ഇതിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ. പക്ഷേ ചില എലമെൻറ്റ്സ് എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ കാണിക്കുന്നുണ്ട്. 24 ക്രോമിയം, 29 കോപ്പർ എന്നിവ. ശ്രദ്ധിക്കുക, 24 ക്രോമിയം ഇറ്റ്സ് കോൺഫിഗറേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആർഗൺ 3d4 4s2 എന്നാണ്. അതുപോലെ 29 കോപ്പർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആർഗൺ 3d9 4s2 എന്നാണ്. ബട്ട് ഔട്ടർമോസ്റ്റ് 4s സബ്ഷെല്ലും പെനൽറ്റിമേറ്റ് 3D സബ്ഷെല്ലും തമ്മിൽ വളരെ ചെറിയ എനർജി ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് 4sലെ ഒരു ഇലക്ട്രോണിനെ 3D സബ്ഷെല്ലിലേക്ക് ഈസിയായി എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്താൽ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ആർഗൺ 3d5 4s1 എന്നാണ്. ഇവിടെ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d10 4s1 എന്നാണ്. ഇവിടെ
ക്രോമിയത്തിന് ഡി ഓർബിറ്റിൽ എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ആണ്. കോപ്പറിന് ഡി ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഏതെങ്കിലും ഒരു ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡോ എക്സാക്റ്റ് ഹാഫ് ഫിൽഡോ ആണെങ്കിൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. സോ എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ഈ രണ്ട് എലമെൻറ്റ്സ് എക്സെപ്ഷണലായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറക്റ്റ് എഴുതാൻ സാധിക്കും. ഇവിടെ ഫൈനൽ എൻ എസിൽ 1 അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ആയിരിക്കും. സോ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൻ എസിൽ 1 to 2, n-1 ഡിയിൽ 1 to 10 എന്നാണ്. നമ്മൾ ശ്രദ്ധിക്കണം, 3D സീരീസിൽ ക്രോമിയം, കോപ്പർ എന്നീ രണ്ട് എലമെൻറ്റ്സ് എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പല പ്രോപ്പർട്ടീസിലും ചില അനോമലസ് ട്രെൻഡ്സ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അത് ഇവയുടെ എക്സെപ്ഷണലായ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ടാണ്. സ്ട്രിക്റ്റ് സെൻസിൽ ഒരു എലമെൻറ്റിനെ ഡി ബ്ലോക്ക് അഥവാ ട്രാൻസിഷൻ എലമെൻ്റായി പരിഗണിക്കണമെങ്കിൽ അതിൻ്റെ ഡി ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കരുത്. അങ്ങനെ സ്ട്രിക്റ്റ് സെൻസിൽ കൺസിഡർ ചെയ്യുമ്പോൾ 12th ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് നമുക്കറിയാം. 12th ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയാണ്. ഇവയുടെ ഡി ഓർബിറ്റിൽ എല്ലായ്പ്പോഴും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സിങ്കിൻ്റെ കോൺഫിഗറേഷൻ നോക്കുകയാണ് എങ്കിൽ സിങ്ക് അറ്റോമിക് നമ്പർ 30 ആണ്. സോ ആർഗൺ 3d10 4s2. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ സിങ്കിൻ്റെയും തൊട്ട് താഴെ വരുന്ന കാഡ്മിയത്തിൻ്റെയും മെർക്കുറിയുടെയും ഡി ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതിൻ്റെ കോമൺ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് സിങ്ക് കാണിക്കുന്ന മാക്സിമം ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് 2 പോസിറ്റീവാണ്. സോ ഇവിടെ 2 ഇലക്ട്രോൺ ലോസ് ചെയ്യണം. എല്ലായ്പ്പോഴും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നുമാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. സോ സിങ്ക് 2 പോസിറ്റീവിൻ്റെ കോൺഫിഗറേഷൻ എന്നത് ആർഗൺ 3d10 എന്നാണ്. സോ 12th ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ എല്ലായ്പ്പോഴും ഡി ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ 12th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ നോട്ട് കൺസിഡേർഡ് ആസ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതേ സെൻസിൽ നമുക്ക് 11th ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് നോക്കാം. കോപ്പർ, സിൽവർ, ഗോൾഡ് എന്നിവ. ഇവിടെ കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ്. സോ ആർഗൺ 3d10 4s1. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഡി ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. എങ്കിൽ പോലും അതിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Cu2 പോസിറ്റീവ് എന്നാണ്. സോ ഇവിടെ 2 ഇലക്ട്രോൺ ലോസ് ചെയ്യണം. 4sൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകും, ദെൻ 3dയിൽ നിന്നും ഒരു ഇലക്ട്രോൺ പോകും. സോ കോപ്പർ 2 പോസിറ്റീവിൻ്റെ കോൺഫിഗറേഷൻ എന്നത് ആർഗൺ 3d9 എന്നാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കോപ്പറിൻ്റെ ഡി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിലും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഡി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ല. അതുകൊണ്ട് കോപ്പർ ഉറപ്പായും ട്രാൻസിഷൻ എലമെൻ്റ് ആണ്. സോ സ്ട്രിക്റ്റ് സെൻസിൽ 12th ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ട്രാൻസിഷൻ എലമെൻ്റായി പരിഗണിക്കാറില്ല. അതേസമയം 11th ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ട്രാൻസിഷൻ എലമെൻ്റ് തന്നെയാണ്. ട്രാൻസിഷൻ എലമെൻസിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എൻ എസിൽ 1 to 2, n-1 ഡിയിൽ 1 to 10 എന്നാണ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ എലമെൻസിനും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ തന്നെയാണുള്ളത്. സോ ഒരു പീരീഡിലെ എലമെൻസിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയതുകൊണ്ട് ഇത് പ്രോപ്പർട്ടീസിൽ വളരെയധികം സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻസിൽ നിന്നും വ്യത്യസ്തമായി ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡിലും സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം
മെറ്റൽസ് ആണ്. ഇതിൽ മിക്കവയ്ക്കും ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ബോയിലിംഗ് പോയിന്റ്, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ഉയർന്ന തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നിവയുണ്ട്. ഇതിന് ഉയർന്ന മെറ്റാലിക് പ്രോപ്പർട്ടി ഉണ്ടാകാൻ കാരണം ഇവയിലെ എഫക്റ്റീവ് മെറ്റാലിക് ബോണ്ടിങ് ആണ് എന്നുള്ളതാണ്. മിഡിലിൽ വരുന്ന ആ എലമെൻസിനാണ് മെറ്റാലിക് ബോണ്ടിങ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. സോ മിഡിൽ എലമെൻസിനായിരിക്കും ഉയർന്ന മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉള്ളത്. നമുക്ക് ഇവിടെ നിന്നൊരു ചോദ്യം വരാറുണ്ട്, 12th ഗ്രൂപ്പിലെ എലമെൻസിന് എല്ലായ്പ്പോഴും എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ അഥവാ ബോയിലിംഗ് പോയിന്റ് ലോവറാണ്, എന്താണ് കാരണം? നമുക്കറിയാം 12th ഗ്രൂപ്പിലെ എലമെൻസിന് ഡി ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇവിടെ സിങ്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d10 4s2 എന്നാണ്. ഒരൊറ്റ അൺപെയർഡ് ഇലക്ട്രോൺസ് പോലും ഇവിടെ ഇല്ല. സോ ഇവിടുത്തെ മെറ്റാലിക് ബോണ്ടിങ് ഒട്ടും എഫക്റ്റീവ് ആയിരിക്കില്ല. അതിനാലാണ് ഇതിനെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ അഥവാ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ആറ്റംസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ട എൻതാൽപ്പി ചേഞ്ച് അഥവാ ബോയിലിംഗ് പോയിന്റ് ലോവർ ആയിരിക്കുന്നത്. നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാനുള്ളത് അറ്റോമിക് സൈസാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ജനറൽ ട്രെൻഡ് പോലെ ഒരു പീരിയഡിൽ വലത്തോട്ട് പോകുന്തോറും അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു. അതിൻ്റെ കാരണം ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുന്നത് കൊണ്ടാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടിയാൽ ഇലക്ട്രോൺ ക്ലൗഡിനെ ന്യൂക്ലിയസ് സ്ട്രോങ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. സോ റൈറ്റോട്ട് പോകുന്തോറും അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു. ബട്ട് ഈ സീരീസിൻ്റെ എൻഡ് എത്തുമ്പോഴേക്കും ആഡഡ് ഇലക്ട്രോൺസ് സെയിം സബ്ഷെല്ലിലാണ് ആഡ് ചെയ്യപ്പെടുന്നത്. സോ ഇലക്ട്രോൺ റിപ്പൾഷൻ ഇൻക്രീസ് ചെയ്യും. സോ സ്ലൈറ്റ് ആയിട്ട് ഇലക്ട്രോൺ ക്ലൗഡ് എക്സ്പാൻഡ് ചെയ്യുന്നു. സോ ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ സീരീസ് സൈസ് സ്ലൈറ്റായി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും, കാരണം നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നു. സോ 3D സീരീസിനേക്കാളും സൈസ് കൂടുതലായിരിക്കും 4D സീരീസിന്. അതിലും ഉയർന്ന സൈസ് ആയിരിക്കണം 5D സീരീസിന്. ബട്ട് ലാന്ത്രഡ് കൺട്രാക്ഷൻ ഉള്ളതുകൊണ്ട് 4D സീരീസിനും 5D സീരീസിനും സിമിലർ സൈസാണുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്തായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അയണൈസേഷൻ എൻതാൽപ്പിയിൽ വരുന്ന വേരിയേഷനാണ്. പീരിയഡിൽ വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കുറയുന്നു, ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുന്നു. സോ അയണൈസേഷൻ എൻതാൽപ്പി പീരിയഡിൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് കൂടുന്നത് കൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നു. ബട്ട് ഇവിടെയും ചില അനോമലസ് ട്രെൻഡ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അനോമലസ് ട്രെൻഡ്സ് എന്ന് നോക്കാം. 24 ക്രോമിയം, 29 കോപ്പർ എന്നീ എലമെൻസിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ വളരെ ലോവറാണ്. ഇത് അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 24 ക്രോമിയം കോൺഫിഗറേഷൻ 3d5 4s1 എന്നും 29 കോപ്പർ 3d10 4s1 എന്നുമാണ്. ഇവയിൽ നിന്നും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ സ്റ്റേബിളായ D5 കോൺഫിഗറേഷനും സ്റ്റേബിളായ D10 കോൺഫിഗറേഷനും കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ റിമൂവൽ ഈസിയാണ്. സോ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ അവയ്ക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നു. അതിനാലാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ലോവർ ആയിരിക്കുന്നത്. എന്നാൽ ഇവയുടെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ ഹയർ ആയിരിക്കും. കൺസിഡർ, ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ ഇവയ്ക്ക് സ്റ്റെബിലിറ്റി കിട്ടി. റിമൂവൽ ഓഫ് വൺ മോർ ഇലക്ട്രോൺ ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. സോ രണ്ടാമതൊരു ഇലക്ട്രോണിനെ ക്രോമിയം, കോപ്പർ എന്നിവയിൽ നിന്ന് റിമൂവ് ചെയ്താൽ അവയുടെ സ്റ്റെബിലിറ്റി ഇല്ലാതാകും. അതിനാലാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഹയർ ആയിരിക്കുന്നത്. ഇതേപോലെ വേറെ ഒരു അനോമലസ് ട്രെൻഡാണ് 25 മാംഗനീസ് കോൺഫിഗറേഷൻ
ആർഗൺ 3d5 4s2 എന്നും ദെൻ 30 സിങ്ക് കോൺഫിഗറേഷൻ ആർഗൺ 3d10 4s2 എന്നുമാണ്. മാംഗനീസിൻ്റെയും സിങ്കിൻ്റെയും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ ലോവർ ആയിരിക്കും. കാരണം ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തു, 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവയ്ക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടുന്നു. സോ മാംഗനീസിൽ നിന്ന് സിങ്കിൽ നിന്നും 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേബിളായ D5 D10 എന്നീ കോൺഫിഗറേഷൻസ് ആണ് വരുന്നത്. സോ മാംഗനീസിൻ്റെയും സിങ്കിൻ്റെയും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ ലോവർ ആയിരിക്കും. അതേസമയം ഇവയുടെ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ഹയർ ആണ്. 2 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു, മൂന്നാമതൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ ഇവയുടെ സ്റ്റെബിലിറ്റി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സോ റിമൂവൽ ഓഫ് തേർഡ് ഇലക്ട്രോൺ ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. സോ മാംഗനീസിൻ്റെയും സിങ്കിൻ്റെയും തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ ഹയർ ആണ്. അയണൈസേഷൻ എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനോമലസ് ട്രെൻഡ് എക്സാമിന് ചോദ്യം വന്നാൽ നമ്മളവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിനെ ബേസ് ചെയ്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അടുത്ത പ്രോപ്പർട്ടി ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻസിൽ നിന്നും വ്യത്യസ്തമായി ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻറ്റ്സ് സാധാരണ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം കാണിക്കുമ്പോൾ ഇവ വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഔട്ടർ മോസ്റ്റ് NS സബ്ഷെല്ലും പെനൽറ്റിമേറ്റ് N-1D സബ്ഷെല്ലും തമ്മിൽ എനർജിയിൽ ഒട്ടും തന്നെ വ്യത്യാസമില്ല എന്നുള്ളതാണ്. സോ ഈ എലമെൻറ്റ്സ് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ ഔട്ടർ എസ് ഓർബിറ്റിലെ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പെനൽറ്റിമേറ്റ് D സബ്ഷെല്ലിലെ ഇലക്ട്രോണിനെ കൂടി ലോസ് ചെയ്യുന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഔട്ടർ എസ് ഓർബിറ്റിലും പെനൽറ്റിമേറ്റ് D ഓർബിറ്റിലും തമ്മിൽ എനർജിയിൽ ഒട്ടും തന്നെ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എസ് ഓർബിറ്റലിലെ ഇലക്ട്രോണിൻ്റെ ഒപ്പം തന്നെ D ഓർബിറ്റലിലെ ഇലക്ട്രോണിനെ കൂടി യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇവ വേരിയസ് അല്ലെങ്കിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഈ എലമെൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് ശ്രദ്ധിക്കാം. 3D സീരീസിലെ സ്കാൻഡിയം +3 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം കാണിക്കുന്നു. ടൈറ്റാനിയം +2, ദെൻ ഇവിടെ നിന്ന് ഒരെണ്ണം കൂടി പോയാൽ +3, ദെൻ +4. വനേഡിയം +2, +3, +4, +5, ദെൻ ക്രോമിയം +1 up to +6 വരെ. മാംഗനീസ് ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് 3d5 4s2, so +2 up to +7 ആൻഡ് സോ ഓൺ. നമുക്കിവിടെ കാണാൻ സാധിക്കും മിഡിൽ എലമെൻറ്റ്സ് ആണ് എപ്പോഴും വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. കാരണം മിഡിൽ എലമെൻറ്റ്സിലാണ് ലാർജ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത്. അതിനാൽ എപ്പോഴും മിഡിൽ എലമെൻറ്റ്സ് ഉയർന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഫസ്റ്റ് സീരീസിൽ 25 മാംഗനീസ് ആണ് ഏറ്റവും ഉയർന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റായ +7 കാണിക്കുന്നത്. 4D സീരീസിലും 5D സീരീസിലും ഓസ്മിയം പോലുള്ള എലമെൻറ്റ്സ് +8 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. നമുക്ക് ഒബ്സർവ് ചെയ്താൽ കാണാൻ സാധിക്കും ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറില്ല. അതിന് കാരണം സ്കാൻഡിയത്തിൽ നിന്നും 3 ഇലക്ട്രോൺ ലോസ് ചെയ്താൽ അതിന് ഒക്ടറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ അതൊരിക്കലും +2 കാണിക്കാറില്ല, +3 മാത്രമേ കാണിക്കുന്നുള്ളൂ. സിങ്കിന് 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ സ്റ്റേബിൾ D10 കോൺഫിഗറേഷൻ കിട്ടുന്നു. അതുകൊണ്ട് സിങ്ക് +2 മാത്രമാണ് കാണിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കോമൺ ആയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നത് +2 ആണ്. ഫസ്റ്റ് സീരീസിൻ്റെയും
സെക്കൻഡ് സീരീസിൻ്റെയും തേർഡ് സീരീസിൻ്റെയും കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് 2 ആണ്. മിക്കവാറും ഉയർന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഒപ്പം ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവായ ഫ്ലൂറിൻ അല്ലെങ്കിൽ ഓക്സിജൻ വരുമ്പോഴാണ്. ഉദാഹരണമായി മാംഗനീസ് പോസിറ്റീവ് 7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന കോമ്പൗണ്ടിലാണ്. ഇവിടെ മാംഗനീസ് പോസിറ്റീവ് 7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഹൈലി ഇലക്ട്രോ നെഗറ്റീവായ ഫ്ലൂറിന് അല്ലെങ്കിൽ ഓക്സിജന് മാത്രമേ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഈ മെറ്റലിൽ നിന്നും റിമൂവ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ.